Did you or have you? നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരാളോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഡിഡ് യു എന്ന് ഉപയോഗിക്കണോ അതോ ഹാവ് യു എന്ന് ഉപയോഗിക്കണോ? ഡിഡ് യു ഡു ദാറ്റ്, നീ അത് ചെയ്തോ എന്ന് ചോദിക്കണോ? ഹാവ് യു ഡൺ ദാറ്റ്, നീ അത് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. നിങ്ങളുടെ ഫോക്കസ് ഇന്ന കാര്യം നടന്നിട്ടുണ്ടോ, അതായത് ഇന്ന സംഗതി നടന്നിട്ടുണ്ടോ അതിൽ മാത്രമാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടത് ഹാവ് യു എന്നുള്ള ചോദ്യമാണ്. അവിടെ സമയത്തിന് പ്രാധാന്യമില്ല. ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇന്നലെ, മിനിയാന്ന്, കഴിഞ്ഞ ആഴ്ച എന്നതിന് പ്രാധാന്യം ഇല്ല. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കേണ്ടത് ഹാവ് യു എന്ന് തുടങ്ങിയിട്ടാണ്. ഇനി അതല്ല, സാധാരണ എൻ്റെ ഒരു ഫ്രണ്ട് ഡെയിലി ജിമ്മിൽ പോകുന്ന ആള്, അവനോട് ഞാൻ ചോദിക്കുകയാണ്, അല്ല ബ്രോ ഇന്നലെ നീ ജിമ്മിൽ പോയോ എന്നിങ്ങനെ ചോദിക്കും. Did you go to the gym yesterday? Did you go to the gym yesterday? ഓക്കെ, കാരണം അവിടെ ജിമ്മിൽ പോയോ എന്ന് മാത്രമല്ല, അത് ഇന്നലെ നമ്മളൊരു സമയത്തിനോട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നലെ, മിനിയാന്ന്, കഴിഞ്ഞു പോയ ഏത് സമയങ്ങളും 2 മിനിറ്റ് മുൻപ് കഴിഞ്ഞു പോയല്ലോ, 1 സെക്കൻഡ് മുൻപ് കഴിഞ്ഞു പോയല്ലോ, കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞു പോയല്ലോ, കഴിഞ്ഞ വർഷം, ഇങ്ങനെ കഴിഞ്ഞു പോയ സമയങ്ങളുടെ കൂടെ അല്ലെങ്കിൽ ആ ഒരു സമയം നമ്മുടെ മനസ്സിലുണ്ടാവും, എടുത്തു പറയണമെന്നില്ല, എങ്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡിഡ് യു എന്നാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 5-6 വർഷം മുൻപ് നീ ഡൽഹിയിൽ പോയിരുന്നല്ലോ, നീ താജ്മഹൽ കണ്ടോ? Did you see the Taj Mahal? നീ ആഗ്ര ഫോർട്ട് കണ്ടോ? Did you see the Agra Fort? നീ ചാന്ദിനി ചോക്കി പോയോ? Did you go to Chandni Chowk? ഇവിടെ ഞാൻ സമയം ചോദ്യത്തിൽ വച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒരു സമയമുണ്ട്, 5-6 വർഷം മുൻപ് നീ ഡൽഹി പോയപ്പോൾ ഇന്നത് നടന്നോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന ആളുടെയും കേൾക്കുന്ന ആളുടെയും മൈൻഡിൽ ഒരു സമയം വെച്ചിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് ഡിഡ് യു എന്നാണ്. പക്ഷെ നിങ്ങളുടെ പ്രാധാന്യം ഇന്ന കാര്യം നടന്നിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ, ധാരാവി എന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? ഇങ്ങനെ കാര്യം നടന്നിട്ടുണ്ടോ. ഇനി നമ്മൾ ചോദിക്കുന്നത്, നീ നെഹദി കുഴിമന്തി ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? Have you tried Nehdi Kurimandi? ഹാവ് യു ട്രൈഡ്, അതായത് ഇങ്ങനെ ഒരു കാര്യം നിന്റെ ലൈഫിൽ നടന്നിട്ടുണ്ടോ, നീ അത് അനുഭവിച്ചിട്ടുണ്ടോ? Have you experienced it? ഹാവ് യു എക്സ്പീരിയൻസ്ഡ് ഇറ്റ്, ഇങ്ങനെ ഒരു കാര്യം നീ അനുഭവിച്ചിട്ടുണ്ടോ? പ്രൊജക്റ്റ് നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? സമയം എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, പ്രൊജക്റ്റ് നീ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ? ഹാവ് യു കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. ഓക്കെ, നീ അവനെ ക്ഷണിച്ചിട്ടുണ്ടോ? അത് മാത്രം അറിഞ്ഞാൽ മതി, എപ്പോ എങ്ങനെയൊന്നുമല്ല. ഹാവ് യു ഇൻവൈറ്റഡ് ഹിം, ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് മാത്രമാണ് നിങ്ങളുടെ ഫോക്കസ് എങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് ഹാവ് യു ക്വസ്റ്റ്യൻസ് ആണ്. ഹാവ് യു കഴിഞ്ഞാൽ വെർബിന്റെ 3rd ഫോമാണ് ഉപയോഗിക്കേണ്ടത്, അതായത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട് ഇതിൽ. നമ്മൾ ഹാവ് യുന്റെ കൂടെയും സമയം വെക്കും, അതായത് ഇനിയും കഴിഞ്ഞിട്ടില്ലാത്ത സമയം. ഇന്ന് ഇനിയും ബാക്കിയുണ്ട്, ദിസ് വീക്ക് ഇനിയും ബാക്കിയുണ്ട്, ദിസ് ഇയർ ഇനിയും ബാക്കിയുണ്ട്. ഓക്കെ, അപ്പോൾ ഹാവ് യുന്റെ കൂടെ തീരെ സമയം വരില്ല എന്നല്ല, ഇനിയും കഴിഞ്ഞു പോയിട്ടില്ലാത്ത സമയങ്ങൾ, ടുഡേ, ദിസ് വീക്ക് ഈ ആഴ്ച, ഓക്കെ, ദിസ് മന്ത് ഈ മാസം, ദിസ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഹാവ് യുന്റെ കൂടെ വെക്കാറുണ്ട്. അതായത് ഈ ആഴ്ച നീ അവനെ കണ്ടിട്ടുണ്ടോ, ഈ ആഴ്ച നീ ഏതെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടോ, ഈ വർഷം നീ ജിമ്മിൽ പോയിട്ടുണ്ടോ, ഈ വർഷം നീ എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴും നമുക്ക് ഹാവ് യു ഉപയോഗിക്കാം. ഇത് മാത്രം ആലോചിച്ചാൽ മതി, ഗ്രാമറിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ഇതോടുകൂടെ നിങ്ങളുടെ ഡൗട്ട് തീരണം. ഞാൻ കുറച്ച് എക്സാമ്പിൾ സെന്റൻസ് കോമെന്റ് സെക്ഷനിൽ കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി.